ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ച് എൻ.എസ്.എസിനെ വിരട്ടി കാര്യങ്ങൾ നേടാൻ നോക്കേണ്ടെന്ന് ബി.ജെ.പിക്ക് സുകുമാരൻ നായരുടെ താക്കീത്. എൽ.ഡി.എഫിൻ്റെയും യു.ഡി.എഫിൻ്റെയും സമീപനം ബി.ജെ.പി നേതാക്കൾ കണ്ടുപഠിക്കണമെന്നും സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിനെ മതനിരപേക്ഷ കക്ഷികൾ പിന്തുണ നൽകുന്നുണ്ടെന്നും പിണറായി വിജയനും ഇന്ന് സൂചിപ്പിച്ചു. ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ ജെ ആർ പത്മകുമാർ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഒപ്പം ശ്രീ ജി സുകുമാരൻ നായരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ജി സുകുമാരൻ നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുകുമാരൻ നായർ, ഇപ്പോൾ എന്തായാലും ബി.ജെ.പിയുടെ SNDP ബന്ധത്തെ ആണല്ലോ പ്രസംഗത്തിലും NSSൻ്റെ നിലപാട് എന്തെന്നുള്ള വിശദീകരണങ്ങളിലുമൊക്കെ NSSൻ്റെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ എടുത്തു പറയുന്നത്. ബി.ജെ.പി SNDP ബന്ധത്തിലൂടെയുള്ള ഇപ്പോഴത്തെ പുതിയ സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതനുസരിച്ച് മുന്നോട്ട് ഉള്ള രാഷ്ട്രീയം ഇനി ബി.ജെ.പി കളിക്കാൻ നോക്കണ്ട, NSSനെ അങ്ങനെ ബി.ജെ.പിയുടെ വരുതിയിലേക്ക് SNDPയെ കൊണ്ടുവന്നതുപോലെ നോക്കണ്ട എന്നുള്ള ഒരു താക്കീതാണല്ലോ നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബി.ജെ.പിയോട് അങ്ങനെ ഒരു നിലപാട് അറിയിക്കുന്നത്? ബി.ജെ.പി SNDP ഐക്യത്തെ പറ്റി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇവിടെ സംസാരിച്ചത് മതേതരത്വം സംരക്ഷിക്കുക, ജനാധിപത്യം ഉറപ്പുവരുത്തുക, സാമൂഹ്യ നീതിക്കായി നിലകൊള്ളുക എന്നിവയാണ് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളെന്ന് പറഞ്ഞു. NSSന് രാഷ്ട്രീയമില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും അനുഭാവികളും സംഘടനയിലുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നായർ സമുദായ അംഗങ്ങളെ NSSലും പ്രവർത്തിക്കാം. അങ്ങനെ NSSൽ പ്രവർത്തിക്കുന്നതിന് UDFന് തർക്കമില്ല. LDFനും ഇപ്പൊ അവരും അതിന് അവരുടെ അണികളിൽപ്പെട്ട നായന്മാർ NSSൽ പ്രവർത്തിക്കുന്നതിൽ അവർക്ക് എതിർപ്പില്ല. NSSന് എതിർപ്പില്ല. അതേ രീതിയിൽ ബി.ജെ.പി പ്രവർത്തകര് NSSലുള്ളവരുണ്ടെങ്കിൽ NSSൽ അതേ രീതിയിൽ ബി.ജെ.പി പ്രവർത്തകരും ഈ ഈ വിഷയത്തിൽ സഹകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവര് NSSൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയം NSSനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. ശ്രീ സുകുമാരൻ നായർ, അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അല്ല ബി.ജെ.പി SNDP ഉള്ള ബന്ധത്തിലൂടെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി SNDPയുമായി ചേർന്ന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ ബി.ജെ.പി SNDPയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ പിടിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ സാധിക്കില്ല NSSൻ്റെ കാര്യത്തിൽ. NSSനെ മുഴുവൻ അങ്ങനെ വിഴുങ്ങാൻ പറ്റില്ല. മറ്റുള്ള പാർട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും എല്ലാ പാർട്ടികളും നൽകുന്ന സ്വാതന്ത്ര്യം സമുദായ അംഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ ബി.ജെ.പി SNDPയുടെ കാര്യത്തിൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതല്ലേ താങ്കൾ പറഞ്ഞത്? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല. NSSന് രാഷ്ട്രീയമില്ല. NSSൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ്. അവർക്ക് NSSൽ പ്രവർത്തിക്കുന്നതോടൊപ്പം രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. അതുപോലെ ആ രാഷ്ട്രീയ പാർട്ടിയും അവർ NSSൽ രാഷ്ട്രീയക്കാരല്ലാതെ NSSൽ വരുമ്പോൾ NSSന്റെ രീതിയിൽ സഹകരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ NSSൽ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് NSSൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ശ്രീ ജി സുകുമാരൻ നായർ, അതായത് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ NSSകാർക്ക്, അതായത് നായർ സമുദായ അംഗങ്ങൾക്ക് നായർ സമുദായ അംഗമായി തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ എല്ലാ സമുദായ അംഗങ്ങൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ LDFും UDFും ഒക്കെ അത് അനുവദിക്കുന്നുണ്ട്. ബി.ജെ.പി അത് അനുവദിക്കുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അതെ, ബി.ജെ.പി മാത്രം സ്വല്പം മസിൽ പിടിക്കുന്നുണ്ട് അതിനകത്ത്. അത് ശരിയല്ല. അതുകൊണ്ട് അതിന്റെ നേതൃത്വം അവർ ഈ ഒരു ചെറിയ വിഭാഗം മാത്രമേ അങ്ങനെയുള്ള എതിർ മനോഭാവം NSSുമായി കാണിക്കുന്നുള്ളൂ. ആ വിഭാഗത്തെ അതിന്റെ നേതൃത്വം ഉപദേശിക്കണം എന്നാണ് ഞാൻ. ഏത് കാര്യത്തിലാണ് ശ്രീ ജി സുകുമാരൻ നായർ ഈ LDFനെയും UDFനെയും ബി.ജെ.പി കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്?
UDF ആ രീതിയിൽ NSSന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നുണ്ട്. LDFും കുറച്ച് മുമ്പ് വരെ സ്വല്പം അകന്നാണ് നിന്നതെങ്കിലും അവർക്കും ഇപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിനോട് എതിർപ്പില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിൽ BJPയും രാഷ്ട്രീയമായി NSSനോട് സമീപിക്കണം, അതാണ് വേണ്ടത്. അതിപ്പോൾ അതിനകത്തെ ഒരു ചെറിയ വിഭാഗം ആവശ്യമില്ലാതെ NSSുമായി രാഷ്ട്രീയമായി കൺഫ്രണ്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം വരുന്ന അതിന്റെ നേതൃത്വം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്തണം എന്നാണ് NSS പറഞ്ഞത്. ഇത് BJPയിലെ ചിലർ മാത്രം എന്നാണ് താങ്കൾ ഇടയ്ക്ക് പറയാൻ ശ്രമിക്കുന്നത്. ഈ ചിലർ എന്ന് പറയുന്നത് BJPയെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് സംസ്ഥാന തലത്തിൽ ഒരു നേതൃത്വമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതേസമയം കേന്ദ്രത്തിലുള്ള ഒരു ഇടപെടൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളിലൂടെയുള്ള ഇടപെടൽ. അതിലൂടെയൊക്കെയാണല്ലോ BJP SNDPയുമായിട്ടൊക്കെ ഇടപെടുന്നതും മറ്റ് സമുദായ അംഗങ്ങളെയൊക്കെ സമുദായ കക്ഷികളെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ. ഇതിലേതാണ് ഈ ചില കൂട്ടർ, ചില BJP നേതാക്കൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്തെ BJP നേതാക്കളാണോ അതോ കേന്ദ്രത്തിലുള്ള BJP നേതാക്കളാണോ? ആരാണവർ? അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ള പ്രവണത ആ ഭാഗത്ത് അത് ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലാണ് അത് പുറത്തു വരുന്നത്. അതിനകത്ത് സത്യസന്ധമായിട്ടൊരു ഇടപെടൽ BJP ഉണ്ടാകണം. അതിന് നേതൃത്വം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി UDFും LDFും NSSനോട് എങ്ങനെ സഹകരിക്കുന്നു ആ രീതിയിൽ BJPയും സഹകരിക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ NSSന്റെ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഒരേ അനുകൂല സമീപനം ഉണ്ടാകും. നയപരമായ സമീപനം അവർ എടുക്കേണ്ടതാണെന്നാണ് NSS പറഞ്ഞത്. ശ്രീ സുകുമാരൻ നായർ, എന്തായാലും മത അടിസ്ഥാനത്തിലുള്ള ഒരു വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കുചേരുന്നതിന് NSSന് സാധിക്കില്ല എന്ന് NSS നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ആ കാര്യത്തിൽ NSS പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ BJPയുടെ ശ്രമം SNDPയുമായി ചേർന്ന് ഒരു വിശാല ഹിന്ദു ഐക്യം എന്നുള്ളത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലുള്ള ഒരു കാപട്യം NSS തിരിച്ചറിഞ്ഞ് പറയാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത്? അതൊന്നുമില്ല. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കാര്യങ്ങളെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. വിശാല ഹിന്ദു ഐക്യത്തെ കുറിച്ച് എന്താണ് NSSന്റെ നിലപാട്? വിശാല ഹിന്ദു ഐക്യത്തിന്റെ ആ കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ വ്യക്തമായി. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മതാടിസ്ഥാനത്തിൽ ഈ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കുചേരുന്നതിന് NSSന് സാധിക്കില്ല എന്നുള്ളത് NSSന്റെ പ്രസിദ്ധീകരണത്തിലുമൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് NSS ആ കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുമുണ്ട്. അങ്ങ് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ ഉൾക്കൊള്ളുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ NSS ചൂണ്ടിക്കാട്ടിയ ഒരു രാഷ്ട്രീയമാണല്ലോ BJP SNDPയുമായി ചേർന്ന് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അപകടമാണ് SNDPയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിലെ സംഘടനയിലെ അംഗങ്ങളെ മുഴുവൻ ആ സംഘടനയിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതലായി BJPയിലേക്ക് ഹൈജാക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രീതി. അതിനെയാണല്ലോ NSS ഇപ്പോൾ എതിർക്കുന്നത്. NSSന്റെ സമദൂര സിദ്ധാന്തം ആണല്ലോ NSS ഇതിലൂടെ പ്രകടമാക്കാൻ ശ്രമിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൃത്യമായ ഒരു ചായ്വില്ല. NSSന്റേതായ നിലപാടാണ്, രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയാനാണല്ലോ NSS ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ ഉള്ള NSSന്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ NSS പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടന്നത് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കേണ്ടത് അവിടെ അപ്പോൾ ഒരു ഇഞ്ചെങ്കിലും കൂടുതലായി NSS പറഞ്ഞ നിലപാടിനോട് അടുത്തു നിൽക്കുന്നത് LDF അല്ലേ UDFനേക്കാൾ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അവര് കുറെ കൂടെ ഇതായിട്ട് നിന്നിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ കൂടുതൽ പ്രയോജനം കിട്ടിയേനെ എന്നുള്ളതേ പറഞ്ഞുള്ളൂ BJPക്ക്. ഞാൻ തിരിച്ചെത്താൻ ശ്രമിക്കാം ശ്രീ ജി സുകുമാരൻ നായർ. എന്തായാലും താങ്കൾ പറഞ്ഞതിൽ നിന്ന് രത്ന ചുരുക്കമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് UDFും LDFും സമുദായ സംഘടനകളിലെ അംഗങ്ങളോട് കാണിക്കുന്ന ആ സമീപനം, അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം, ആ സമീപനം
BJPയും കാണിക്കണം. അത് കാണിക്കുന്നില്ല എന്നൊരു വികാരത്തിൽ നിന്ന് അങ്ങേക്കുണ്ടായ ഒരു തോന്നലാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അവർ കൊടുക്കുന്ന സ്വാതന്ത്ര്യം BJP കൊടുക്കണം എന്ന് അങ്ങ് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ JR പത്മകുമാർ, ഇനിയും പെരുന്നയിൽ നിങ്ങളുടെ അടവുകളൊന്നും ചിലവാകില്ല. ഇല്ലല്ല, അത് അത്തരത്തിലൊരു വിശകലനം ശരിയാണ്. അത് വളരെ NSSന്റെ ഇന്നത്തെ സമ്മേളനത്തിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നടത്തിയ പ്രസംഗത്തിനടുത്ത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സംഘടനകളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും വിഷമമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്, തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും പ്രവർത്തകരുടെ നിന്ന് ഉണ്ടായിട്ടുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ അതെടുക്കുകയും അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു സംശയമില്ല. കൃത്യമായി നിങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോൾ ജി സുകുമാരൻ നായർ അദ്ദേഹം പ്രസംഗത്തിലൂടെ കൃത്യമായി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എല്ലാം രഹസ്യമായി, ഞങ്ങൾ ഇനി അതെല്ലാം നടപ്പിലാക്കും, എല്ലാ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കും എന്നുള്ളത് നിങ്ങൾ വടക്കപ്പുറത്ത് കൂടി പോയി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് തയ്യാറല്ല എന്നുള്ളത് ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും വേണ്ട. അതിനകത്ത് കൃത്യമായ നിലപാടുകൾ BJP നേതൃത്വം എടുക്കണം. അല്ല, സുകുമാരൻ നായർ ബഹുമാന്റെ NSS സെക്രട്ടറി പറയാനുള്ളത് അദ്ദേഹം പറയും. അതിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ BJPയോട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായിട്ടൊരു അടിവരയിട്ടുള്ള ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി പ്രവർത്തിക്കാൻ NSS തയ്യാറല്ല. അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം, ആർക്കും അതിൽ എതിർപ്പില്ലല്ലോ. പിന്നെ മറ്റു പാർട്ടികളിൽ കൂടുതൽ NSSന്റെ തീരുമായി സഹകരിക്കുന്നുണ്ട്. നമ്മൾ BJPയിൽ ഒരു വിഭാഗം അതിനുണ്ട്, എതിരായി തോന്നുന്നുണ്ട്. അത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. എന്ന് BJPയോട് ഞാനൊന്ന് പറയട്ടെ, LDFനോടും UDFനോടും കണ്ടു പഠിക്കണം എന്നാണ് BJP നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ NSSനെ കുറിച്ച് ഇനിയും ഏറെ പഠിക്കാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ഇടപെട്ട് സംസാരിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. NSS മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എടുക്കുന്ന സമീപനം അതനുസരിച്ചിട്ടുള്ള BJPയുടെ ഏതോ ഒരു ചെറിയ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് അവർ തിരുത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, BJPയോട് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അംഗീകരിക്കുന്നുവല്ലോ, അതല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ല, അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ NSS എന്നൊരു സാമുദായിക സാംസ്കാരിക സംഘടനയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് വളരെ ഇവിടെയുള്ള എല്ലാ സംഘടനകളും. ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് BJP, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം SNDPയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അത് അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം കണ്ടത് മനസ്സിലാക്കിയത് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയം SNDPയുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഇടപെടലിലൂടെ നിങ്ങളുടെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോവുകയാണ്. അതിലൂടെ അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കാൻ NSSനെ കരുവാക്കാൻ നോക്കണ്ട. അങ്ങനെ സമുദായ അംഗങ്ങൾക്ക് LDFും UDFും കൊടുക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ SNDPയുടെ കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ NSS ഇങ്ങോട്ട് അത് കൊണ്ടുവരണം. അത് ലാലിന്റെ വിശകലനമാണ്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ NSSന്റെ ഒരു മെമ്പറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം NSSന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഇന്ന പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കലും NSS പ്രവർത്തിക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വതന്ത്രമായി NSS പ്രവർത്തിക്കുന്ന ആളിനും BJP പ്രവർത്തിക്കുന്ന ആളും അതാത് തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KN ബാലഗോപാൽ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്ന് ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞത് ശ്രീ JR പത്മകുമാർ വിശകലനം ചെയ്യുന്ന രീതിയിലാണോ താങ്കൾക്കും മനസ്സിലാകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് NSSന്റെ സ്വതന്ത്രമായ നിലപാട് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് NSSന്റെ നേതൃത്വം എടുക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. ഓരോ സംഘടനയും അവരുടെ സ്വതന്ത്ര നിലപാടെടുക്കണം. രാഷ്ട്രീയത്തിനകത്ത് കടന്നു കയറി അതിനകത്ത് ജനങ്ങൾ വിവിധ രാഷ്ട്രീയ വിശ്വാസികളാണ്. NSS ആയാലും SNDP ആയാലും നമ്മുടെ നാട്ടിലെ സമുദായ സംഘടനകളൊക്കെ ആളുകൾ ജനിച്ചു വീഴുമ്പോൾ ആ സമുദായത്തിനകത്ത് ചേർക്കപ്പെടുന്നതാണല്ലോ, അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അവർ സംഘടനയിലെ ആ മതക്കാരായ ആ ജാതി വിഭാഗമായി മാറും. അങ്ങനെയുള്ള ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ളവരുണ്ടാവും, സജീവമായ സമുദായ സംഘടന പ്രവർത്തിക്കുന്നവരുണ്ടാവും, തീരെ പ്രവർത്തിക്കാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ സ്വന്തമായ രാഷ്ട്രീയമാവാം. ഈ സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയം കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് NSS പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. SNDP അതേ നിലപാടായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം വന്ന് ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. ഈ സംഘടനകളുടെ തന്നെ ഇപ്പൊ ഈ NSS പോലത്തെ സംഘടനയ്ക്കകത്ത് തന്നെ അവരുടെ സമുദായ സംഘടന എന്ന നിലയിലുള്ള താല്പര്യത്തെ ഹരിക്കുന്ന തരത്തിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇവിടെ BJP അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു സ്ഥിതി കൂടി ഇതിൽ കൂടി കൂട്ടി വായിക്കാം. അത് ശ്രീകുമാർ പറഞ്ഞ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തായാലും ആ തെറ്റ് പറ്റുന്നുണ്ട്. ഇതിനകത്ത് പോയി ഇതിനെ മുഴുവൻ SNDP-ക്കകത്ത് പോയും മറ്റ് സംഘടനയ്ക്കകത്ത് ചെലവിനകത്തും ഒക്കെ പോയി രാഷ്ട്രീയം കലർത്തി അതിനെ ആകെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷ സ്വഭാവത്തിനും ജനങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഒക്കെ തർക്കം സൃഷ്ടിക്കും, തടസ്സം സൃഷ്ടിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചെത്താം ശ്രീ KN ബാലഗോപാൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്ന് ഈ സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിലെ BJP പ്രസ്ഥാനം രാജ്യത്തെ BJP പ്രസ്ഥാനത്തിൻ്റേതുപോലെ ഹിന്ദു മത സംഘടനകളെ, ജാതീയ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൈന്ദവവൽക്കരിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ തീവ്രവാദത്തിൻ്റെതായ ഒരു ഭൂമിക ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന വ്യാമോഹത്തിലായിരുന്നു. ആ വ്യാമോഹത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുകുമാരൻ നായർ സാർ നടത്തിയ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NSSനെ കാവി പുതപ്പിക്കാൻ നോക്കേണ്ട എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി NSSന്റെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ നിലപാടിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ അത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. കേരളം എന്ന് പറയുന്നത് ഒരു മതേതരത്വം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് എങ്കിലും അതിനേക്കാൾ മുമ്പേ പറക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കേരളം. ആ നിലയ്ക്ക് ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ മൃദുവികാരങ്ങളിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങാമെന്ന് BJPയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും RSS, ഇന്നലെ വരെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും മാറ്റി നിർത്തി കുറേ പേരെ ഉൾക്കൊള്ളുന്നു എങ്കിൽ പോലും RSSകാരെ എല്ലാ സ്ഥലത്തേക്കും നിയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ദാർശനികത മാത്രം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം. മിസ്ഡ് കാൾ അടിക്കാത്തവർ പോലും, മിസ്ഡ് കാൾ അടിച്ചു പോലും അംഗത്വം എടുക്കാത്തവർ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്കടക്കം എല്ലാ സ്ഥാനങ്ങളിലേക്കും വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത NSSന്റെ ആ ധാർമ്മികതയെ അംഗീകരിച്ചേ മതിയാവൂ. മറിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ലോകത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് കാണാതെ പോയി എന്നതും സങ്കടകരമാണ്. റൈറ്റ്. ശ്രീ JR പത്മകുമാർ, നിങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും, NSSനോട് അത് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. NSS പറഞ്ഞിരിക്കുന്നത് കൃത്യമായി എന്താണ്? ഇന്ന് സുകുമാരൻ നായർ സാർ പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ തന്നെ ഉണ്ട്. മതേതരത്വം സംരക്ഷിക്കുക, ജനാധിപത്യം ഉറപ്പുവരുത്തുക, സാമൂഹിക നീതി ആണ് NSSന്റെ ലക്ഷ്യം. അതായത് ഇനിയൊരു സാമൂഹിക നീതി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു പുതിയ സമവാക്യമുണ്ടല്ലോ, അതിൽ NSS വിശ്വസിക്കുന്നില്ല. അതിനപ്പുറമുള്ള ഒരു ജനാധിപത്യപരമായ സാമൂഹിക നീതി, അതിൽ നിങ്ങളിപ്പോൾ എതിർക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പരിധിവരെ സാമൂഹിക നീതി NSSന്റെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാൽ, NSSും BJPയും രണ്ട് സംഘടനകളാണ്. ഒന്ന് രാഷ്ട്രീയ പാർട്ടി, ഒന്ന് ഒരു സമുദായ സംഘടന. ആ സംഘടനയ്ക്ക് ഏത് കാര്യത്തെ വേണമെങ്കിലും വീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും അഭിപ്രായം പറയുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ BJP ഉണ്ട്. ഇപ്പോൾ BJP ഉദ്ദേശിക്കുന്ന ഹിന്ദു ഏകീകരണത്തിലൂടെ ഒരു മതേതരത്വം തന്നെയാണ്. ഹിന്ദു സംഘടിക്കുന്നത് ഒരിക്കലും അതൊരു ഹിന്ദു സംഘടിക്കണം എന്ന് പറയുമ്പോൾ അത് മുസ്ലിമിനെതിരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനി എതിരാണെന്ന് വരുത്തി തീർക്കേണ്ടത് ഇവിടെ പലരെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സാമുദായിക സംഘടന നായർ സംഘടിക്കുമ്പോൾ അത് ഈഴവർക്കും KPMSനും ബ്രാഹ്മണ സഭയ്ക്കും എതിരാവട്ടെ. അതേപോലെ തന്നെ ഈഴവർ സംഘടിക്കുമ്പോൾ അത് നായർക്കും നമ്പൂതിരിക്കും എതിരാവണ്ടേ. അപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതെല്ലാം കൂടി ചേർന്നൊരു പൊതുസമൂഹമാണ് ഹിന്ദു സമൂഹം. NSS എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് NSSന്റെ എല്ലാ നേതാക്കന്മാരും വിശ്വസിക്കുന്നത്. ഹിന്ദു ശാക്തീകരണത്തിനും ഏകീകരണത്തിനും സംസ്കരണത്തിനും ഒക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു സംഘടനയാണ്. അതിന്റെ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും ആ സംഘടനകൾ ഒരു അടിസ്ഥാനത്തിൽ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കുചേരുന്നതിന് NSSന് സാധിക്കില്ല എന്ന് ശ്രീ സുകുമാരൻ നായർ സാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. അദ്ദേഹം സംഘടനയുടെ ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം സംഘടനയുടെ അഭിപ്രായത്തിന് അതിലൊന്നും ഞാൻ ഇടപെടുന്നല്ലോ. കേരളത്തിൽ ആദ്യമായിട്ടൊരു കോളേജിന് ഹിന്ദു കോളേജ് എന്ന് പേരിട്ടതാരാ?
ഹിന്ദു ഏകീകരണം ഞാൻ പറഞ്ഞത് വെറുതെയല്ല. കേരളത്തിലെ ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കേരളത്തിൽ അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടി 2 സവർണ ജാഥകൾ നടത്തി. അതിൽ ഒരു സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്, വടക്ക് നിന്നുള്ള ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്ദത്താചാര്യൻ സമുദാചാര്യൻ മന്ദത്ത് പത്മനാഭനായിരുന്നു. അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. തിരിച്ചു വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണപിള്ള, താങ്കൾ ഇന്ന് ആ പ്രസംഗം കേട്ടതുകൂടിയാണ്. അങ്ങും ആ പ്രസംഗത്തിന്റെ ഒരു ഓഹരി ഉൾക്കൊള്ളുന്ന ആളാണ്, ഒരുപക്ഷെ മുഴുവൻ ഓഹരിയും തന്നെ എന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പൊ ശ്രീ ജെ ആർ പത്മകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ NSS ഈ പുറത്തു പറയുന്നത് പോലെ അല്ല. ഹിന്ദു അഭിപ്രായമുണ്ട്, അവർ പുറത്ത് പറയുന്നു, അകത്ത് പറയുന്നു, ഒന്ന് തന്നെ. പക്ഷെ ആ അഭിപ്രായത്തെ ശ്രീ ജെ ആർ പത്മകുമാർ വിശകലനം ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. NSS ഹിന്ദു കോളേജ്, ഹിന്ദു താല്പര്യമാണ്. ഇതുപോലുള്ള ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടാണ് NSS നിൽക്കുന്നത്. ഈ പറയുന്ന BJPയുടെ താല്പര്യം അത് തന്നെയാണ്, അതിനകത്തുള്ള പല നേതാക്കൾക്കും അത് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുക? കുമാർ പറഞ്ഞ ഒരഭിപ്രായത്തെ പറ്റി എനിക്ക് ആദ്യം പറയാനുള്ളത്, ഹിന്ദു കോളേജിന്റെ പേരിട്ട് എന്താ തെറ്റ്? അതിന്റെ അങ്ങേപ്പുറത്ത് ക്രിസ്ത്യൻ കോളേജ് എന്ന് പേര്, സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ഇങ്ങനെ എത്രയോ കോളേജുകൾ കേരളത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് കോളേജ് ഉണ്ടായിട്ട് അതിനെപ്പറ്റി അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായും അന്ന് ശ്രീ മന്നത്ത് പത്മനാഭന്റെ വീക്ഷണം 947 മുമ്പാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേറൊരു കോളേജിന് പേരിട്ട് എന്താണ്? മഹാത്മാഗാന്ധി കോളേജ്. എന്താ? മഹാത്മാഗാന്ധിക്ക് ഇന്ത്യയിൽ സ്മാരകങ്ങൾ കാര്യമായി ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തിരുവനന്തപുരം കോളേജിന് പേരിട്ടത് മഹാത്മാഗാന്ധി കോളേജ് എന്നാ. അതിന്റെ അങ്ങേപ്പുറത്തൊരു കോളേജിന് പേരിട്ടത് വേരിത്തമ്പിൽ കോളേജ് എന്നാ. മനസ്സിലായില്ലേ? പന്തളം NSS കോളേജ് എന്നാണ് പേരിട്ടത്. അത് പേരിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ മന്നത്ത് പത്മനാഭന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, NSSനെ പറ്റി പറയാൻ അവകാശമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമാണ് ശ്രീ സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തിനും സംഘടനയ്ക്കും നോവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പത്മകുമാറിനോട് പറയാൻ, ഞാൻ വേറൊന്നുമില്ല, എനിക്ക് ഈ ഐക്യത്തിനൊന്നും വിരോധമുള്ള ആളൊന്നുമല്ല, പറയാം. അതായത് ഇവിടെ RSSന്റെ പ്രമുഖൻ മോഹൻ ഭഗത് വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ യാതൊരു വ്യത്യാസവും സംവരണ തത്വത്തിൽ വരുന്നതല്ല എന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞത്. പിറ്റേ ദിവസം നരേന്ദ്രമോദിയും പറഞ്ഞു, ഞാൻ പിന്നോക്കക്കാരനാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയേ ഞാൻ നിൽക്കൂ എന്ന് പറഞ്ഞു. മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ NSS ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, സാമ്പത്തികമായി കഴിവില്ലാത്ത എല്ലാ മതസ്ഥർക്കും, നായർക്കും നമ്പൂതിരിക്കും നായാടിക്കും മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനിക്കും ഉൾപ്പെടെ, ബ്രാഹ്മണൻ ഉൾപ്പെടെ എല്ലാവർക്കും ഈ രാജ്യത്ത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം, ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് ആചാര്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിനെതിരായി പ്രസ്താവന ഇറക്കി. പ്രസ്താവന അച്ചടിക്കുന്ന മഷി ഉണങ്ങുന്നതിന് മുൻപ് സർവീസ് സൊസൈറ്റിയിൽ നിന്ന് RSSനും BJPക്കും സഹായം വേണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇത് ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ ആ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇവിടെ മറ്റ് ചെറിയ കാര്യങ്ങളും ഞാൻ കണക്കുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തൊട്ടടുത്ത് 5 അടി അകലെ ഇരുന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കറിയാം. വളരെ വികാരപരമായി പറഞ്ഞ കാര്യങ്ങളാണ്, അത് മുഴുവൻ ശരിയുമാണ്. ആ സാഹചര്യത്തിൽ അത് NSSന്റെ കാലാകാലങ്ങളായുള്ള നിലപാടാണ്. ആ നിലപാടിനെതിരായി വളരെ പച്ചയ്ക്ക് കേരളത്തിൽ വന്നതിന് ശേഷവും പറഞ്ഞിട്ട് പോയ RSSന്റെ നേതാവിന്റെ പ്രഖ്യാപനങ്ങളുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് നായർ പ്രതിനിധി സമ്മേളനം, അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. സ്വാഭാവികമായും നായർ സമുദായത്തിന്റെ നേതാവ് എന്നുള്ളതിനെയും ശ്രീ സുകുമാരൻ നായർക്ക് പ്രതികരിക്കേണ്ടി വരും. ജനം അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. മറ്റൊന്ന്, എന്നും നായർ സർവീസ് സൊസൈറ്റിയെയും സുകുമാരൻ നായരെയും തെറിയും വിളിച്ചു കിടക്കുന്ന ചില ആളുകളെ, കുറെ ആളുകളെ കൂടെ കൊണ്ടു നടന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് NSSനെ അപമാനിക്കുന്ന
ഒരു വിഭാഗത്തോടൊപ്പം ചേരുകയില്ല എന്ന് പറയേണ്ടത് നായർ സമുദായത്തിന്റെ സെന്റിമെന്റ്സ്, അവരുടെ മനഃശാസ്ത്രപരമായ സമീപമാണ്. അവർ വേറൊന്നും പറഞ്ഞില്ലല്ലോ. LDF-നെയും UDF-നെയും കുറ്റം പറഞ്ഞില്ലല്ലോ. അവരാരും തെറി പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. അപ്പൊ NSS-നെയും അതിന്റെ നേതൃത്വത്തെയും അപമാനിച്ച് രാജ്യം മുഴുവൻ നടക്കുന്ന ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരെ നാളെ കുമ്മനത്തിലൂടെ ആരുമില്ലോ. നാളെ കുമ്മനം അവിടെ വന്നാലും ഒരാക്ഷേപവും ആർക്കുമില്ല. നായർ സമുദായത്തിന്റെ ഒരു അംഗം എന്നുള്ള പേരിൽ കുമ്മനത്തിന് അവിടെ വരാം, അവിടെ പങ്കെടുക്കാം, പോകാം. ഞങ്ങളപ്പം ഇന്ന് പ്രസംഗിച്ചൊന്നുമില്ല, ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തതേ ഉള്ളൂ. എത്രയോ കൊല്ലമായി അതിനകത്ത് നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് ഞാൻ. അവിടെ പ്രസംഗിക്കൊന്നുമില്ല, അതിൽ പങ്കെടുക്കുന്നതല്ലേ ഉള്ളൂ, അത് പങ്കെടുക്കാം. പക്ഷേ NSS-നെ തെറി പറയാൻ വാ തുറന്നാൽ തെറി പറയുന്ന ആളുകളെ കൊണ്ട് നടന്ന് ഇതൊക്കെ പറയിച്ചതിന് ശേഷം NSS-നോടുള്ള സൗഹൃദം പുലർത്തും എന്ന് പറയുന്ന ആ നിലപാടിനോട് ഞാൻ തിരിച്ചെത്താം ശ്രീ ബാലകൃഷ്ണപിള്ള സാർ. ഇപ്പോൾ എന്തായാലും കാവി പുതപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി അങ്ങനെ വരണ്ട എന്ന് കൂടിയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ശ്രീ കുമ്മനത്തിന് അവിടെ വരാം എന്നുള്ളതാണ് ബാലകൃഷ്ണപിള്ള സാർ ഇപ്പോൾ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ശ്രീ KN ബാലഗോപാൽ, എന്തായാലും SNDP വെള്ളാപ്പള്ളിയിലൂടെ BJP-യിലേക്ക് വന്ന് ഈ പറഞ്ഞതുപോലെ സമുദായ അംഗങ്ങളുടെ മുഴുവൻ സ്വാതന്ത്ര്യവും BJP-ക്ക് അടിയറ വെച്ചുകൊണ്ട് സമുദായ സംഘടനയുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇന്ന് NSS പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് എത്രമാത്രം SNDP അങ്ങനെ പൂർണ്ണമായും BJP-യിലേക്ക് അങ്ങനെ ഇഴുകിപ്പോയിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. കാരണം ഇന്നിപ്പോൾ ശ്രീ സീതാറാം യെച്ചൂരി ശിവഗിരിയിൽ പ്രസംഗിച്ചു. അവിടെ വെള്ളാപ്പള്ളിയൊന്നും ഒരു ദിവസം പോലും അവിടെ ഒന്നും എത്തിയിട്ടില്ല. മിക്കവാറും ശ്രീനാരായണീയർ എല്ലാം ശിവഗിരിയിലുണ്ട്. അവിടെ മതത്തിന് അതീതമായി അല്ലെങ്കിൽ മതത്തെ എതിർക്കാതെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് അവിടെ യെച്ചൂരിയും പറയാൻ ശ്രമിച്ചത്. ഇത് NSS-നും SNDP-ക്കുമുള്ള ഇടതുപക്ഷത്തിൻ്റെയും പുരോഗമന ചിന്തയുള്ള മറ്റ് മതേതര കക്ഷികളുടെയും ഒക്കെ ഒരു സൂചനയായി ഈ നീക്കത്തെ ഒക്കെ കാണാമോ ശ്രീ KN ബാലഗോപാൽ? CPM-നെയും കമ്മ്യൂണിസ്റ്റുകാരെയും സംബന്ധിച്ച് ഏത് കാലത്തും മതത്തിന്റെ പ്രാധാന്യവും വിശ്വാസികളുടെ സ്വാതന്ത്ര്യവും എടുത്തു പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ഒരു കാലത്തും സംശയമില്ല. പക്ഷേ മതം പാടില്ല, വിശ്വാസം പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. അവര് വിശ്വാസങ്ങൾക്കൊക്കെ എതിരാണ്, പള്ളിക്കും അമ്പലത്തിനൊക്കെ എതിരാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാര്യമായിരുന്നു. പക്ഷെ മതം മനുഷ്യന് ഏറ്റവും കൂടുതൽ സാംസ്കാരികമായി സഹായം ചെയ്യുന്ന കാര്യമാണെന്ന്. എന്നാൽ നിലവിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതവിശ്വാസം കൊണ്ട് മാത്രം കഴിയില്ലെന്നും നമ്മൾ പ്രവർത്തിച്ച് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഇടപെടണമെന്നാണ് മാർക്സിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് സത്യം തന്നെയാണ്. ഇപ്പോ ഞങ്ങൾ ഈ പ്ലീനത്തിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. മതവിശ്വാസം, മതം, ഉത്സവങ്ങൾ, ദേവാലയങ്ങൾ, അവിടെ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് വളരെ കൃത്യത വേണമെന്നുള്ള ചർച്ച കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കാര്യമായി ഉയർന്നു വരുന്ന ഡെലിഗേഷനുകളുടെ ഭാഗത്ത് വന്നു. കാര്യം എന്താ? കേരളത്തിലെ തന്നെ ഉദാഹരണം എടുത്താൽ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങൾ അത് ഹിന്ദു മതം മാത്രമല്ല, ഇസ്ലാം, അങ്ങനെ പല ഒക്കെ ഓരോ മതത്തിലും ഈ ദേവാലയങ്ങളിൽ പോകുന്ന ആളുകൾ മതനിരപേക്ഷ നിലപാടുള്ള, എല്ലാവർക്കും മാന്യത വരണം, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസമുള്ള മതങ്ങളെ വർഗീയമായി ഉപയോഗിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയിലാകെ ചർച്ച ചെയ്യുന്നതാണ്. ആ കാര്യം ഞങ്ങളുടെ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ കൽക്കട്ടയിൽ ഇപ്പോൾ നടന്ന പ്ലീനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. വാവരും അയ്യപ്പനും തമ്മിലുള്ള ആ പഴയ സൗഹൃദത്തെപ്പറ്റി അറിയുന്ന വിശ്വാസികൾ, ശബരിമല പോയിട്ട് മാലയൂരാൻ അർത്തുങ്കൽ പള്ളിയിൽ പോയി മാലയൂരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ, അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് ആചാരത്തിന് എണ്ണ കൊണ്ട് കൊടുക്കുന്ന ക്രിസ്തീയ ഭവനങ്ങൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളെ ആകെ, ദേവാലയങ്ങളെ ആകെ തന്നെ തങ്ങളുടെ മതവിശ്വാസത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അവിടെ വരുന്ന ആളുകളെ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഏതൊരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. സീതാറാം യെച്ചൂരി ഇന്ന് ശിവരി വരുമ്പോ ബഹുമാനായ ആരാധ്യനായ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാനായ ഒരു നവോത്ഥാന നായകന്റെ ആ സ്മരണം നിലനിൽക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളിപ്പോ ഈ നേരത്തെ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞത്. NSS-ന്റെയും SNDP-യുടെയും കേരളത്തിലെ രണ്ട് പ്രബല സമൂഹങ്ങളാണ്, സംഘടനകളാണ്.
അപ്പൊ അവരൊക്കെ അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അവരുടെ സമൂഹത്തിനകത്തുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കും, അവര് ചിലപ്പോൾ വിമർശിക്കും, ചിലപ്പോൾ സമരം ചെയ്യും. പക്ഷെ രാഷ്ട്രീയമായി ഞങ്ങൾ ഇന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഗുണമില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ SNDP ചെയ്യാൻ ശ്രമിച്ച SNDPയുടെ നേതൃത്വം ചെയ്യാൻ ശ്രമിച്ചത് SNDPയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലും സമരങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. റബ്ബറിന്റെ വിലയില്ലാതെ വരുമ്പോ BJPക്കാരന്റെ മേളിലിരിക്കുന്നു, വെള്ളാപ്പള്ളിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് റബ്ബറിന്റെ വില കിട്ടിയില്ലെങ്കിലും ഈഴവർക്കൊരു വിഷമമില്ലേ? പെട്രോളിന് വലിയ തോതിൽ വില കൂട്ടുന്നു, അല്ലെങ്കിൽ അന്തർദേശീയ മാർക്കറ്റിൽ 4-1 വില കുറഞ്ഞപ്പോ ഇവിടെ പഴയ വില തന്നെ മേടിക്കുക. 2-3 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അധികപ്പറ്റായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മേടിക്കുന്നത്. അതൊക്കെ ഈ വെള്ളാപ്പള്ളിയുടെ പോലെയുള്ള ചില തൽപര കക്ഷികൾക്ക് ആ BJPയെ കൊണ്ട് ഗുണമുണ്ടെന്നല്ലതേ. സാധാരണ ഈഴ സമൂഹത്തിലെ ആളുകൾക്ക് എന്താ ഗുണം? കശുവണ്ടി തൊഴിലാളിക്ക് കൂലി കൊടുക്കാത്ത മുതലാളി SNDPയുടെ ഒരു താലൂക്ക് നേതാവാണെങ്കിൽ ആ താലൂക്ക് നേതാവ് പറയുന്നതിനൊപ്പം മാത്രമാണോ ഈ നാട്ടിലെ സാധാരണ തൊഴിലാളി നിൽക്കുക? ഞാൻ തിരിച്ചെത്താം ശ്രീ KN ബാലഗോപാൽ. ഈ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് പെട്ടെന്നൊരു മറുപടി ഈ കാര്യത്തിൽ എല്ലാ അതിഥികളും പറഞ്ഞതിന് BJPക്ക് പറയേണ്ടതായിട്ടുണ്ടാകും. പെട്ടെന്ന് 1 മിനിറ്റ് ഒരു മറുപടി ശ്രീ JR പത്മകുമാർ. ബാലഗോപാൽ അവസാനം പറഞ്ഞു നിർത്തിയ സത്യത്തിൽ ഞാൻ അത്ഭുതത്തോടു കൂടി ആണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത്രയും മാത്രം തകടം അറിയാൻ പറ്റുമോ? മത്തായി ചാക്കോയ്ക്ക് അന്ത്യകൂദാശ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു സഭാ നേതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ അവിടെ പോയി ഇപ്പോൾ വലിയ പ്രകീർത്തിച്ച യെച്ചൂരിയുടെ നേതാവായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അരുവിപ്പുറത്തെ 100ാം വാർഷികത്തിൽ 1988 2 ദിവസം ശ്രീനാരായണ ഗുരുവിനെതിരായിട്ട് ലേഖനം എഴുതിയ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കയർ തൊഴിലാളിക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാത്ത മാർക്സിസ്റ്റ് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കണ്ണൂരിൽ പരിയാരത്ത് നേഴ്സുമാർ സമരത്തിലാണ്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ വേറെ രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതല്ല, അതെനിക്കറിയാം. അദ്ദേഹം പറഞ്ഞ 10 മിനിറ്റ് സമയം അതാണ് പറഞ്ഞത്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നെ NSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, NSS തീരുമാനത്തിന് അതൊക്കെ വിഷമമുണ്ടാകുന്ന ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും NSSനകത്ത് പോയി ഇപ്പോൾ ബാലകൃഷ്ണ സാർ സൂചിപ്പിച്ചതുപോലെ എന്തോ വിഷമം ഉണ്ടാക്കി NSSന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിനോ അതിന്റെ വിരുദ്ധമായി പ്രവർത്തനത്തിലോ പോകുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങളുടെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഒരിക്കലും ഇപ്പോൾ മതേതരത്വത്തിനെതിരല്ല. ഇപ്പോൾ BJPക്കും NSSനും യോജിക്കാവുന്നുള്ളത് അവർ നായർ സംഘടിക്കുന്നതായാൽ പോലും അത് മതേതരത്വത്തിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ഹിന്ദു ഐക്യം പറയുന്നത് അത് മതേതരത്തിന് വേണ്ടിയാണ്. ഹിന്ദു സംഘടിക്കുന്നത് മതത്തിന് ഒരു മതേതരം തകർക്കാൻ വേണ്ടിയാവില്ല. അങ്ങനെ പറയുന്ന ഹിന്ദു ഐക്യത്തെ കുറിച്ച് പണ്ട് BJP ഇത്ര ഓപ്പൺ ആയി കേരളത്തിലൊന്നും ചർച്ചകളിൽ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അത്രമാത്രം ഹിന്ദു ഐക്യം തവണ പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയതാണ് പ്രധാന കാരണമുണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ആശയങ്ങൾക്ക് യോജിക്കാത്തത്, മതാടിസ്ഥാനത്തിൽ ഒരു വിശാല ഹിന്ദു ഐക്യത്തിന് അവർ തയ്യാറല്ലാത്തത്. അല്ല, ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ലാൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് പങ്കുവയ്ക്കുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലികൾ വാങ്ങുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനം. കേരളത്തിൽ അങ്ങനെയുള്ളപ്പോ ഞാൻ മാത്രം മതേതരത്വവാദിയാണ്. അദ്ദേഹം പറഞ്ഞത് LDFും UDFും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ്. അവരുടെ സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ്, അവരുടെ സമീപനം അതാണെന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ LDFനെയും UDFനെയും കുറ്റപ്പെടുത്തി ഞങ്ങൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് മതത്തിന്റെ കാര്യത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നതിനെ NSS സ്വീകരിക്കുന്നില്ല. ശ്രീ JR പത്മകുമാർ. അല്ലല്ല, നമ്മൾ മതത്തിന്റെ പേരിൽ ഇപ്പോൾ ഹിന്ദുവിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ? ഹിന്ദു ഭൂരിപക്ഷ സമുദായമായിട്ടും ഹിന്ദുവിന്റെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ന്യൂനപക്ഷം എന്നുള്ള പേരിൽ അവരുടെ ന്യായമല്ലാത്ത അവകാശം സംരക്ഷിച്ചു കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന കാര്യം വോട്ട് ബാങ്കാണ്. അപ്പോൾ ഒരു വോട്ട് ബാങ്ക് ആവണം എന്ന് ആഗ്രഹിച്ചാൽ അതിന് തെറ്റു പറയാൻ കഴിയുമോ? നിങ്ങൾ വെള്ളാപ്പള്ളിയെ കുരിശിലേറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മറ്റേ നൌഷാദിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം നടന്ന സംഭവം എന്താ? ഇപ്പോ ബാണാസുര ഡാമിൽ ഒരു ആൾ മരിച്ചു. റഫീഖ് എന്ന് പറഞ്ഞ ഒരാളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആദിവാസിയായ പയ്യന് വീട്ടിൽ മുഖ്യമന്ത്രി ചെന്ന് കണ്ട് 10 ലക്ഷം രൂപ കൊടുത്തു. എങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ധാർമ്മികമായ അല്ലെങ്കിൽ അനീതി നടക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ട്. അത് പരസ്യമായി പറഞ്ഞുകൊള്ളട്ടെ. വെള്ളാപ്പള്ളി അന്ന് പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ ഇന്നും കിട്ടിയില്ല എന്നുള്ളതാണ് പുതിയ പരാതി. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. എന്തായാലും നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കേണ്ടതും BJP പറയുന്ന ഈ രാഷ്ട്രീയം NSS എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, വ്യക്തിപരമായി മസിൽ കാണിച്ച് മീശ വിരിച്ച് NSSനെ പേടിപ്പിക്കാൻ ആരൊക്കെയാണ് BJPയിൽ ശ്രമിക്കുന്നത്? ഇന്ന് NSS പറഞ്ഞ കാര്യം UDF സർക്കാർ ഈ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിൽ കുറെ മുന്നോട്ട് പോയി എന്നാണ്.
ഭൂരിപക്ഷ സമുദായത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ആണ് ചൂണ്ടിക്കാട്ടാൻ ശ്രീ സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇടയിലുള്ള ചില ആളുകളുടെയൊക്കെ പരാതി വ്യാജ കത്തിലുമൊക്കെ ഉള്ളതും ഇങ്ങനെ അല്ലല്ലോ. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് അധിക പ്രീണനം കൊടുക്കുന്നു, ഈ കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെയാണല്ലോ അവിടെയുള്ളത്. നിങ്ങളുടെ അണികളുടെ പൊതുവികാരം അങ്ങേപ്പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് NSS തള്ളിക്കളയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു മനസ്സിലാക്കലുകൾക്ക് അപ്പുറത്തേക്ക് NSSന്റെ സമ്മേളനം കൂടിയാലും SNDPയുടെ സമ്മേളനം കൂടിയാലും അതുമല്ല ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സമ്മേളനം കൂടിയാലും ഈ ഗവൺമെൻറ് എല്ലാവരെയും പരമാവധി സഹായിക്കുന്ന നിലപാട് അത് ജാതി നോക്കിയിട്ടോ ജാതീയമായ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നാടിൻ്റെ വികസനത്തിൻ്റെ പങ്കാളിത്തം അവർക്കെല്ലാവർക്കും കിട്ടുവാൻ അർഹതയാണ്. ആ അർഹതയുള്ള കത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതിയ ആൾ എഴുതിയിട്ടില്ല എന്ന് കിട്ടേണ്ട ആൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കത്തിന്റെ പുറകെ പോയി രാഷ്ട്രീയ അജണ്ടകൾ അല്ല, ആ രാഷ്ട്രീയ അജണ്ടയിലേക്ക് നിങ്ങളൊക്കെ പോകുന്നത് ശരിയല്ല. എന്തായാലും ചോദിച്ചല്ലോ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും ശ്രീ VM സുധീരനും അടക്കമുള്ളവർ ചോദിച്ചുവല്ലോ, എന്ത് കത്ത്, ഏത് കത്ത്? കത്ത് കാണിക്കാൻ ആർക്കുമില്ല. പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ, ആ കത്തിന്റെ ഒരു വലിയ ശക്തി നോക്കണം. ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ പോലും നമുക്ക് അത് കൊണ്ടുവരേണ്ടി വരുന്നു. ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് കാര്യങ്ങൾ എന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഉത്തരമാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് തെറ്റാണെന്ന് പറയുക, അതല്ലെങ്കിൽ അതാണ് ശരി എന്ന് ഉറച്ചു പറയുക. എന്താണ് നിങ്ങളുടെ വീക്ഷണം? ഡോക്ടർ ലാൽ, താങ്കൾക്ക് ഒരു സംശയവും വേണ്ട. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് കോൺഗ്രസിന് എല്ലാ കാലത്തുമുള്ളത്, ഇപ്പോഴുമുള്ളത്. എവിടെയെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സത്വരമായി ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ശൈലി. ആ ശൈലി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിൽ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ശ്രീ പത്മകുമാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ജാതിയുടെ പേരിലല്ലേ നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത്, ജില്ല കൊടുക്കുന്നത്, വികസനം കൊടുക്കുന്നത്, എവിടെയാ കുറവുകൾ ഉള്ളത് പരിഹരിക്കുന്നത്? അത് ഭൂരിപക്ഷ സമുദായത്തിനെ ദോഷപ്പെടുത്തുക ല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഈ രാജ്യത്തിന്റെ വീക്ഷണ നിലപാടുകൾക്ക് അനുസൃതമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും അർഹതയുള്ള കാര്യങ്ങൾ കൊടുക്കുവാനാണ് കോൺഗ്രസും UDFും ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ചും ഇന്നത്തെ ശ്രീ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗവും ഒക്കെ കേട്ടുമ്പോൾ വലിയ കൗതുകം തോന്നുന്നുണ്ട്. CPMന്റെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നത് കാലം എത്രയോ കൊണ്ട് ഈ കേരളം മാത്രമുള്ള രാജ്യം മുഴുവൻ പറയുന്നു മതവിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ തെറ്റാണ്. നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്താൽ അവർക്കെതിരെ പാർട്ടി നടപടി വരികയും അവരെ അങ്ങേയറ്റം മാനസികമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ബാലഗോപാൽ, താങ്കൾ അതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞതിന് ശേഷം അതിനോടൊപ്പം തന്നെ എൻ്റെ ചോദ്യം ഇതാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ നേരത്തെ കൃത്യമായി ഉത്തരം പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ഒരു പരാതി ഈ സർക്കാരിനെ കുറിച്ച്, ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് NSSന് ഇല്ല എന്ന് പറയുന്നത് BJP രാഷ്ട്രീയത്തോടുള്ള NSSന്റെ ഒരു താല്പര്യക്കുറവിൻ്റെ ഫലമായി ഉണ്ടായ പ്രസ്താവനയായി മാത്രം കണ്ടാൽ മതിയോ, അതോ കൃത്യമായി തന്നെ സംതൃപ്തരാണോ NSS? ശ്രീ KN ബാലഗോപാൽ. ഇവിടെ പൊതുവായ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതി മത സംഘടനകൾ അവരുടെ രാഷ്ട്രീയം അവർക്ക് സ്വന്തമായി അവരുടെ സംഘടനയുടെയും സമൂഹത്തിന്റെയും കാര്യം നോക്കുന്നതാണ്. രാഷ്ട്രീയമായി വലിയ കാര്യത്തിൽ ഏർപ്പെടണ്ട. അതിനകത്ത് ആ സംഘടനകളെ പിടിച്ചെടുക്കാൻ തന്നെ ഉള്ള സഭകൾ ഇപ്പോൾ നടക്കുന്നു. ആ സംഘടനകളെ പിടിച്ചെടുത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കുക എന്നുള്ള RSSന്റെയും BJPയുടെ അജണ്ടയെ സംബന്ധിച്ചാണ് പുറത്തുകൊണ്ടുള്ളത്. അവർ SNDPയെ മഹാപ്രസ്ഥാനമായിരുന്ന SNDPയെ കുറേയേറെ തകർക്കാനായിട്ട് ഉപയോഗിക്കാൻ RSSന് കഴിയും. മതത്തെ സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിന് ഹിന്ദു ഇവിടെ സംസാരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റുകാരെ അവർക്ക് മതത്തെപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ കൽപ്പിച്ചു. അവരെ ഗുണബോധമില്ല. സത്യപ്രതിജ്ഞ ചെയ്യുമ്പം ഇവരുടെ പേരിലോ ദൈവശാസ്ത്രത്തിന്റെ പേരിലോ സാധാരണ ഇപ്പോഴത്തെ എത്രയോ ആളുകൾ പൊളിക്കാൻ പലപ്പോഴും എടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ്. അതെല്ലാം വ്യക്തമായ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമീപനമാണ്. ദൃഢപ്പൊലിച്ച് എടുക്കുന്നു, പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നു, പള്ളി പോകാതെ കഴിക്കുന്നു, ശില്പകലം ചെയ്യുന്നു. അതേസമയം മതവിശ്വാസികളോടുള്ള സമീപനം എന്താണ്? ദൈവവിശ്വാസികളും മതവിശ്വാസികളുമായിട്ടുള്ള ആളുകളുടെ സമീപനം രണ്ട് വ്യത്യസ്തമാണ് ശ്രീമതി ബിന്ദു.
അത് മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റു തൊട്ടുള്ള ആളുകളുടെ ലേഖനങ്ങളും പുസ്തകങ്ങളും സമീപനങ്ങളും ഇപ്പോ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എടുക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരിക്കലും മനസ്സിലാക്കുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ മതവിശ്വാസമൊന്നും ഒരു ആദ്യത്തെ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്ന ആളുകളൊക്കെ ഒപ്പം ഞങ്ങൾ എതിരാണ്. ഏതെങ്കിലും സാധ്യമ്പോ അമ്പലത്തിലോ പള്ളിയിലോ പോയാൽ ഉത്സവത്തിന് പോയാൽ അത് പാടില്ല എന്ന് പറയുന്ന ഞാൻ തിരിച്ചെത്താം ശ്രീ കെ എൻ ബാലഗോപാല. ശബ്ദത്തിനും ചെറിയ പ്രശ്നമുണ്ട്, അങ്ങ് റേഞ്ചിലേക്ക് വന്ന് നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജെ ആർ പത്മകുമാർ, ഇപ്പോൾ ശ്രീ ബാലഗോപാലും ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും അവസാനം അതുതന്നെയാണ്. അതായത് NSSന്റെ പരാതി എന്ന് പറയുന്നത് നിങ്ങളുടെ മസില് കാണിച്ച് നിങ്ങളുടെ ചില നേതാക്കളെങ്കിലും NSSനെ പരസ്യമായി തെറി പറഞ്ഞ്, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയെയൊക്കെ നേരത്തെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുമൊക്കെ പബ്ലിക്കായി പറയുക, നിങ്ങളുടെ മുൻ അധ്യക്ഷൻ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇതിനൊന്നും നിങ്ങൾ കൃത്യമായി ഉത്തരം പറയാതെ എങ്ങനെയാണ് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക? മുൻ അധ്യക്ഷനല്ല, BJPയുടെ ഒരു നേതാവും പരസ്യമായിട്ട് NSSനോട് വെല്ലുവിളിക്കാനോ NSSനെതിരായിട്ട് ഒരു നിലപാടെടുക്കുക അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വേറൊരു സംഘടനയാണ്, അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങളില്ല. പൊതുവായി BJPയെ സംബന്ധിച്ചുള്ള പൊതുവായി അങ്ങനെ എന്തിനാണ് പിന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ പ്രസംഗിക്കെതിരായി പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്, ചില പ്രദേശങ്ങളിൽ അദ്ദേഹം ഈ ചർച്ചയിൽ ചില പ്രദേശങ്ങളിൽ ചില ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അത് BJP നേതൃത്വം മനസ്സിലാക്കി അത് തിരുത്തണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. NSS ഞങ്ങൾക്കെതിരല്ലോ, അതുകൊണ്ടാണല്ലോ പെരുന്നയിൽ NSS ജയിച്ചത്. തിരുവനന്തപുരത്ത് നായർ സമുദായ അംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള സംഘടനാ ശക്തിയുള്ള തിരുവനന്തപുരത്ത് BJP 35 ഞാൻ പറയുന്നതിന് വേറെ രീതിയിൽ ഞാൻ വിരുദ്ധമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. NSS എന്നുള്ള സംഘടന ഞങ്ങൾക്കെതിരായില്ല. അങ്ങനെ എതിരായിരുന്നെങ്കിൽ പെരുന്നയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ, തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. അപ്പൊ NSS ഒരിക്കലും ഞങ്ങളെ ഒരു ശത്രുവായി കണ്ടിട്ടില്ല. ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രീ സുകുമാരൻ നായർ പെരുന്നയിൽ എന്തെങ്കിലും സഹായം ചെയ്തു എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. NSS ഞങ്ങൾക്ക് എതിരായിരുന്നുവെങ്കിൽ അത് സാധ്യമല്ല ആകുമായിരുന്നില്ല. അതുകൊണ്ട് NSS എന്ന സംഘടന ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ NSS ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചായവുമില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ നിങ്ങൾ അതിനേക്കാളപ്പുറം NSS കൂടുതൽ LDFിനേക്കാളും UDFിനേക്കാളും ഞങ്ങളുടെ കൂടെയാണ്, SNDP ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ വിശാല ഹിന്ദു ഐക്യത്തിന്റെ ആളുകളാണ്, ഈ സംഘടനകളെല്ലാം ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട, കാവി പുതപ്പിക്കാൻ നോക്കണ്ട, അങ്ങനെ പേടിപ്പിക്കാനും നോക്കണ്ട. പേടിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് വേണ്ട, തിരിച്ചറിഞ്ഞ് അവരെ തിരുത്താൻ നോക്കൂ എന്നാണ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്. ഇല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ NSSനകത്ത് കയറി അതിനെ പിടിച്ചടക്കാനോ അതിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നു. എന്താണ് ശ്രീ കുമ്മനം ഇന്ന് അവിടേക്ക് പോകാത്തത്? അല്ല, ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങളുടെ സംഘടനാ നേതൃത്വം ഇവിടെ പോകും, എങ്ങനെ പോകും, അത് മറ്റൊരു കാര്യം. അതിപ്പോൾ NSS സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിലും അവർക്ക് വ്യക്തമായ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയുടെ ഒരു തിരുവനന്തപുരത്ത് യോഗത്തിൽ ഉമ്മൻചാണ്ടിയെ ശക്തമായി വിമർശിച്ചത്, രമേശ് ചെന്നിത്തല വിമർശിച്ചത്, സുധീരനെ വിമർശിച്ചത്. സുധീരനോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? സുധീരൻ എന്താണ് പറഞ്ഞപ്പോൾ ഇന്ന് അവിടെ അതിഥിയായി പിടിച്ചുകൊണ്ട് ഇരുത്തി ശ്രീ രമേശ് ചെന്നിത്തല. BJP അങ്ങോട്ട് നോക്കി പഠിക്കാൻ പറഞ്ഞു. അല്ല, ആ സംഘടനയുടെ സ്വാതന്ത്ര്യമാണ്, അതിന് ഞങ്ങളാരും എതിരില്ല. NSS ഇങ്ങനെ പ്രവർത്തിക്കണം, ഞങ്ങളുടെ ഒരു പോക്കറ്റ് സംഘടനയായി പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും BJP ആഗ്രഹിച്ചില്ല. BJPക്ക് അങ്ങനെ പറയാനുള്ള അവകാശവുമില്ല. അത് നന്നായി അറിയാവുന്ന പാർട്ടിയാണ് ഹിന്ദു ഐക്യത്തിൽ. അല്ല, വിശ്വാല ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ ആരും അങ്ങനെ ഇങ്ങനെ വെപ്രാളം കൊള്ളേണ്ട കാര്യമില്ല. ആ നിലപാടിലൊന്നും BJPക്ക് ഒരു പുറകിലോട്ട് പോയിട്ടില്ല. BJP എന്താണ്, BJPയുടെ തുടക്കം എന്താണ്, എന്തിനു വേണ്ടിയാണ് BJP നിലനിൽക്കുന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ NSSലുള്ള ആളുകൾക്ക് ഒറ്റ സംശയം ശ്രീ ജെ ആർ പത്മകുമാർ, NSS പറയുന്നത് ഞങ്ങളുടെ സമുദായ അംഗങ്ങളെ അവരെ അങ്ങ് വെറുതെ വിട്ടേക്കുക, അവർ നായർ സമുദായ അംഗങ്ങളാണ്, അവരിൽ BJPക്കാരുണ്ടാകും, അവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും, അവരിൽ കോൺഗ്രസ്സുകാരുണ്ടാകും, അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകും. LDFും UDFും ഒക്കെ അതിനെ എതിർക്കാത്തതുപോലെ നിങ്ങളും എതിർക്കേണ്ട, നിങ്ങളും അത് അനുവദിച്ച് മുന്നോട്ട് പോവുക. അതല്ലാതെ NSSനെ മൊത്തത്തിൽ ഒരു ഹിന്ദു സംഘടനയാക്കി നിങ്ങൾ കാണണ്ട.
അല്ല അങ്ങനെയല്ല, ഞങ്ങളിപ്പോ NSS കാണുന്നുണ്ടോ? അല്ലല്ല, NSS പ്രവർത്തിക്കുന്നവര് SNDP BJP പ്രവർത്തിക്കുന്നുണ്ട്, SNDP പ്രവർത്തിക്കുന്നവർ BJP ഉണ്ട്, KPMS പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആർക്കും രാഷ്ട്രീയ സംഘടന വിലക്കൊന്നുമില്ല. ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലപ്പോൾ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തി, ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അല്ല, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗതികേട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് ഘടകവിരുദ്ധമായി ജനദ്രോഹ നയങ്ങളുടെ ഒരു തുടർച്ച. ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും പാചകവാതകത്തിന് 50 രൂപ വീതം കൂട്ടിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ വീട്ടമ്മമാരെ നട്ടലൊടിച്ചോണ്ടിരിക്കുക. ആധാർ വേണ്ട ഇത്രയും മണിക്കൂർ താങ്കളെ സംസാരിച്ചാൽ ഞാൻ മിണ്ടാകുന്നില്ലേ? ഞങ്ങൾ ആധാർ പിൻവലിക്കും, ഞങ്ങൾ റെക്കോർഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്തിനു നിങ്ങൾ വില കൂട്ടുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, സമ്മതിച്ചു. പക്ഷേ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഞങ്ങൾ ചെയ്തതായി കാലഘട്ടത്തിലല്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോ NSS ശ്രീ JR പത്മകുമാർ പറഞ്ഞ അർത്ഥത്തിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴും അവർ പറയുന്നത് ഹിന്ദു എന്നുള്ള ആ ഐക്യത്തിന്റെ കാര്യത്തിൽ ആരും അങ്ങനെ അവകാശം പറഞ്ഞു വരണ്ട, ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് ആരുടെയും ഒന്നും ലൈസൻസ് ഒന്നും വേണ്ട എന്നുള്ളതായിരിക്കണം. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? ഞാൻ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമായിട്ടാണ് ശ്രീ JR പത്മകുമാർ കാണുന്നത്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്നോടാണോ? അതെ, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. NSS ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഞാൻ നേരത്തെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അവരവരുടെ നായർ സമുദായ അംഗങ്ങളുടെ സ്വാതന്ത്ര്യം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണല്ലോ. അതിലേക്ക് BJP ഇതൊരു ഹിന്ദു സമുദായ സംഘടനയുടെ ഭാഗമാണ് NSS, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വരേണ്ടതില്ല എന്നുകൂടിയല്ലേ ഇന്ന് പെരുന്നയിൽ പറഞ്ഞിട്ടുള്ളത്? അതെ, അത് തന്നെയാണ്. അതായത് NSS ആചാര്യന്റെ കാലം മുതൽ സ്വീകരിച്ചു വരുന്നത്, അതുകൊണ്ട് ഈ അടിസ്ഥാന കാര്യങ്ങൾ മറക്കരുത്. ആചാര്യന്റെ കാലം മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, NSSന് രാഷ്ട്രീയമില്ല. NSSന്റെ നേതാക്കന്മാർക്കും അംഗങ്ങൾക്കും രാഷ്ട്രീയമാകാം. CP രാമസ്വാമികൾക്കെതിരായ സമരത്തിൽ ഈ കാലഘട്ടത്തിൽ 47 കാലഘട്ടത്തിൽ അദ്ദേഹം ജയിലിൽ വരെ പോയ കാലഘട്ടത്തിലും NSSനെ CPക്കെതിരായി സമരത്തിൽ ഇറക്കിയിട്ടില്ല. അദ്ദേഹം NSSനെയും നായർ സമുദായത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് രാജഭരണം അവസാനിപ്പിക്കാനും ദിവാൻ ഭരണം അവസാനിപ്പിക്കാനും ശ്രമിച്ചവരുടെ ഒരു പാരമ്പര്യമുള്ള സംഘടനയാണ്. ആ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ആ സംഘടന നിഷ്പക്ഷമാണ് ഈ കാര്യങ്ങളിൽ. അവർക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നല്ല പ്രശ്നം, നിങ്ങൾ എല്ലാവരും ഈ പ്രശ്നത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതാണ് ഈ കുഴപ്പം. ഇവിടുത്തെ പ്രശ്നം നായർ സർവീസ് സൊസൈറ്റിയെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൽ കൊണ്ട് കെട്ടാനും എത്രയോ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിൽ നിന്ന് അവരെ മാറ്റി. ഞാനൊരു കാര്യം പറയാം, ഇവിടിപ്പം നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞില്ലയോ, 949 48 നായാടിയുടെ തോളിൽ ആദ്യം കൈയിട്ടത് 60 വർഷങ്ങൾ 65 വർഷങ്ങളും കൈയിട്ടത് ശ്രീ മന്നത്തുപത്മനാഭനാണ്. ജാതിക്കെതിരായി ആദ്യം സമരം നടത്തിയത് ചട്ടമ്പിസ്വാമികളും ശ്രീ മന്നത്തുപത്മനാഭനുമാണ്. നായർ സർവീസ് സൊസൈറ്റിയാണ്. ഹരിജനങ്ങൾക്ക് ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് മഹാരാജാവിലെ അല്ല റീജന്റിനെ കണ്ട് മുഖം കാണിക്കാൻ വൈക്കത്ത് നിന്ന് സവർണ ജാഥ നടത്തിയത് ശ്രീ മന്നത്തുപത്മനാഭനാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയെ കാണാൻ ആരും ശ്രമിക്കരുത്. അവിടെയാണ് സാമൂഹ്യ ബോധത്തിന് വേണ്ടി, ഹിന്ദു ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്ത് തീണ്ടലിനും തൊഴിലിനുമെതിരായി, ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അന്ന് 25 രൂപ 50 രൂപ ഗ്യാരണ്ടി രൂപയല്ല,
കൂലിവേലക്കാരന് പണിയെടുക്കാൻ പാടങ്ങളിൽ പോകുന്ന സ്ത്രീക്കും പുരുഷനും വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി വോട്ട് കൊടുപ്പിച്ചതിൽ മുൻപന്തിയിൽ നിന്ന മഹാനാണ് ശ്രീമന്ത് പത്മനാഭൻ. അവിടെ എങ്ങനെയാ വർഗീയതയും മറ്റു കാര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സംഘടനയെ ഈ രാജ്യത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിന് പകരം അവരിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം മന്നത്ത് പത്മനാഭൻ ഒരിക്കലും ആദായ നികുതി കൊടുക്കുന്നവന് ആനുകൂല്യം കൊടുക്കാൻ പറഞ്ഞില്ല. അവിടെ BPN കാർഡുള്ളവന് ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവരുമായി യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആചാര്യന്റെ വളരെ വ്യക്തമാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. അതായത് ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ തൊഴുത്തിൽ കെട്ടാൻ NSSനെ അനുവദിക്കില്ല. വില കൂട്ടി പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ കീറുന്ന രീതിയിൽ വിലക്കയറ്റമുണ്ടാക്കുന്ന സർക്കാർ നടപടികളെ NSS അംഗീകരിക്കില്ല. ഇതൊന്നും നേരിട്ട് പറഞ്ഞതല്ലെങ്കിൽ കൂടി ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അതൊക്കെ തന്നെയാണ്. NSS സമുദായ അംഗങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരെയും കൊണ്ട് മുന്നോട്ട് പോകും. അതിനെ മീശ പിരിച്ച് കാണിച്ച് മസിൽ കാണിച്ച് പേടിപ്പിച്ച് സ്വന്തം ഗീശയിലാക്കാൻ നോക്കണ്ട എന്ന് തന്നെയാണ് ഇന്ന് ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞതെന്നാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജി സുകുമാരൻ നായർ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ KN ബാലഗോപാൽ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ JR പത്മകുമാർ.